നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒന്നും പിടിച്ചടക്കാതെ, ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിതത്തെ അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിൽ വിടുക. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. കൊട്ടാര വളപ്പിലൂടെ ഒരു അരുവി ഒഴുകിക്കൊണ്ടേയിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായതിനാൽ തന്നെ ധാരാളം കിളികളും പൂമ്പാറ്റകളും അവിടെയുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം അപ്രത്യക്ഷമായി. കാരണം അന്വേഷിച്ചു വരാൻ രാജാവ് മന്ത്രിയെ അയച്ചു. അവിടെയെത്തി എല്ലാം വിശദമായി നിരീക്ഷിച്ച ശേഷം മന്ത്രി പറഞ്ഞു, രാജൻ, ഞാൻ എല്ലായിടവും നിരീക്ഷിച്ചു. വലിയ പാറകളും മണ്ണും നിറഞ്ഞ് നീർച്ചാൽ അടഞ്ഞു പോയിരിക്കുന്നു. അവിടെയുള്ള ജലമെല്ലാം കെട്ടിക്കിടന്ന് അശുദ്ധമായി. ഞാൻ കല്ലും മണ്ണും നീക്കിയിട്ടുണ്ട്. താമസിയാതെ കിളികളും പൂമ്പാറ്റകളും തിരിച്ചെത്തും. മന്ത്രി പറഞ്ഞതുപോലെ കിളികളും പൂമ്പാറ്റകളുമെല്ലാം അവിടേക്ക് തിരിച്ചെത്തി. ഒഴുകേണ്ടവയെ ഒന്നും തടഞ്ഞു നിർത്തരുത്. എന്നാൽ സ്ഥായിയായി നിൽക്കേണ്ടവയെ ഒഴുക്കി കളയുകയുമരുത്. എന്തിനും അതിൻ്റെതായ സ്വാഭാവികതയുണ്ട്. അത്തരം സവിശേഷതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സൗന്ദര്യവും സമ്പൂർണതയും ഉണ്ടാകൂ. ഓരോന്നിനെയും അതിൻ്റെതായ വഴികളിലൂടെ വളരാൻ അനുവദിക്കാം. എല്ലാം അതാതിൻ്റെ തനിമയിൽ തന്നെ തുടരട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.